നമസ്കാരം സുഹൃത്തുക്കളെ, മീഡിയ പ്ലസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ എത്ര മുസ്ലിം പള്ളികൾ അഥവാ മസ്ജിദുകൾ ഉണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലൊട്ടാകെ ഇതിൻ്റെ കൃത്യമായൊരു എണ്ണം കണക്കാക്കുക പ്രയാസമാണെങ്കിലും വഖഫ് ബോർഡ് രേഖകളുടെയും ജനസംഖ്യാ കണക്കുകളുടെയും അടിസ്ഥാനത്തിലുള്ള ഏകദേശ വിവരങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഏറ്റവും കുറവ് പള്ളികളുള്ള സംസ്ഥാനം മുതൽ ഏറ്റവും കൂടുതലുള്ളവ വരെ നമുക്കൊന്ന് പരിശോധിക്കാം. ലിസ്റ്റിൽ ആദ്യമായി വരുന്നത് ഏറ്റവും കുറവ് മുസ്ലിം പള്ളികളുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. മിസോറാം, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 10-ൽ താഴെ പള്ളികൾ മാത്രമേയുള്ളൂ. നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ അത് 50-ൽ താഴെയാണ്. അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്, മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഏകദേശം 100-ൽ താഴെ പള്ളികളാണ് പ്രധാനമായും കാണാൻ സാധിക്കുന്നത്. ഇവിടെ മുസ്ലിം ജനസംഖ്യ വളരെ കുറവായതുകൊണ്ട് തന്നെയാണ് എണ്ണത്തിലും ഈ കുറവ് കാണുന്നത്. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഗോവയിൽ ഏകദേശം 100 മുതൽ 150 വരെ പള്ളികളുണ്ട്. പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇത് 500-നും 1000-നും മുകളിലാണ്. തുടർന്ന് ഇന്ത്യയുടെ ഹൃദയഭാഗങ്ങളായ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ വലിയ സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ ഓരോ സംസ്ഥാനത്തും ഏകദേശം 5000-നും 10,000-നും ഇടയിൽ പള്ളികൾ കാണാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രപ്രധാനമായ പല മസ്ജിദുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പള്ളികളുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദക്ഷിണേന്ത്യയിൽ കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ 10,000-ന് മുകളിൽ പള്ളികളുണ്ട്. നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ കാര്യമെടുത്താൽ ഇവിടെയും ഏകദേശം 10,000-ത്തിലധികം പള്ളികളുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അസം, ബീഹാർ എന്നിവിടങ്ങളിൽ ഇത് 15,000-നും 20,000-ത്തിനും മുകളിലാണ്. എന്നാൽ ഈ ലിസ്റ്റിൽ ഇന്ത്യയിൽ 2-ാം സ്ഥാനത്ത് വരുന്നത് പശ്ചിമ ബംഗാളാണ്. ഏകദേശം 30,000-ത്തിലധികം പള്ളികൾ അവിടെയുണ്ട്. ഇനി 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് സാക്ഷാൽ ഉത്തർപ്രദേശാണ്. ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന യു-പിയിൽ ഏകദേശം 40,000-നും 50,000-ത്തിനും ഇടയിൽ മസ്ജിദുകൾ ഉണ്ടെന്നാണ് വഖഫ് രേഖകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശ കണക്കുകളാണെങ്കിലും ഇന്ത്യയിലെ ഈ വൈവിധ്യം വളരെ വലുതാണ്. ഇന്നത്തെ ഈ ചെറിയ അറിവ് നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മീഡിയ പ്ലസ് മലയാളം എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.